കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. കൊച്ചി NIA കോടതിയുടേതാണ് വിധി. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആ രീതിയിലേക്ക് തന്നെ കടന്നുകൊണ്ട് 10 വർഷം തടവിലെ ശിക്ഷയിലേക്ക് കോടതി കടന്നു എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത്? അപർണ, പരമാവധി ശിക്ഷ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം UAPA വകുപ്പ് പ്രകാരമുള്ള 38, 39 വകുപ്പുകൾ പ്രകാരമുള്ള പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 120B കുറ്റകരമായ ഗൂഢാലോചന ഇതിൽ പ്രകാരമുള്ള ശിക്ഷ നൽകണം എന്ന് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദങ്ങൾ എന്നെ ആവർത്തിച്ചു. ഇത് പ്രകാരം 10 വർഷം വകുപ്പ് UAPA വകുപ്പ് 38-ന് 10 വർഷവും 39-ന് 10 വർഷവും 120Bക്ക് 5 വർഷം, അങ്ങനെ ആകെ 25 വർഷമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്ന 10 വർഷം കാലാവധി അനുഭവിച്ചാൽ മതി, ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതാണ് ചുരുക്കം. അപ്പോൾ 10 വർഷമാണ് കാലാവധി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 1,25,000 രൂപ ഈ 3 വകുപ്പുകൾക്കും ചേർന്ന് പിഴയിട്ടിട്ടുണ്ട്. ഈ പിഴയും ഒടുക്കണം. ഈ പിഴയൊടുക്കിയില്ലെങ്കിൽ കൂടുതൽ കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒപ്പം ഈ കഴിഞ്ഞ വിചാരണ തടവുകാരനായി കഴിഞ്ഞ കാലം 2019-ലായിരുന്നു ഇയാൾ അറസ്റ്റിലാകുന്നത്. ഈ സമയം അത്രയും ഇയാൾ ജയിലിലായിരുന്നു. ഏതാണ്ട് 5 വർഷത്തോളം ഇയാൾ ജയിലിലായിരുന്നു. ആ വർഷവും കൂടി ഇയാൾ സാധാരണ നിയമപ്രകാരം തന്നെയും അത് തടവായി തന്നെ കരുതിക്കൊണ്ട് ബാക്കി വർഷമാണ് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കേണ്ടതുണ്ട്. 5 വർഷത്തിലധികം കുറച്ച് ദിവസങ്ങളാണ് ഇതിനുശേഷം ശിക്ഷാവിധിയായിട്ട് കാലയളവായിട്ട് കണക്കാക്കുക. ആ കാലയളവാണ് ഇതിൽ ജയിലിൽ കഴിയേണ്ടി വരിക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയ വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഭാഗം വാദിച്ചത് ഇയാളുടെ ഈ വിചാരണ കാലയളവ് 5 വർഷത്തോളം എത്തിയിരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് വിട്ടയക്കണമെന്നൊരു വാദമുഖമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇയാളുടെ പ്രായം കണക്കിലെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോടതി NIA ഹാജരാക്കിയ തെളിവുകൾ, അതോടൊപ്പം തന്നെ മറ്റ് മൊഴികൾ, ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നതാണ്. ഇയാൾ കുറ്റകരമായ രീതിയിൽ തന്നെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഒപ്പം സ്ഫോടനത്തിന് കേരളത്തിൽ ആസൂത്രണം ചെയ്യാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. സ്ഫോടക വസ്തു ശേഖരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം രാജ്യത്തിന് പുറത്ത് പല ഭീകരരുമായും ഭീകര സംഘടനകളുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ വാദങ്ങളെല്ലാം തന്നെ NIA ഉന്നയിച്ചിരുന്നു. അതിന് ഫലകമായ തെളിവുകളും കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം തന്നെ സമർത്ഥിച്ച ശേഷമാണ് കോടതി ശിക്ഷ ഇന്നത്തേക്ക് വിധിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നാസർ അബൂബക്കർ, കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന ഭീകരന് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നു. ഇയാൾക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങൾ അത് നിലനിൽക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. അതിന് പ്രകാരമുള്ള കടുത്ത ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇത് നിയമം അനുസരിച്ച് കേരളവുമായി ബന്ധപ്പെട്ട അത്യന്തം നിർണായകമായിട്ടുള്ള ഒരു കേസ് കൂടിയായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രതിഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെട്ട, നേരത്തെ പറഞ്ഞതുപോലെ വിട്ടയക്കണമെന്നതടക്കമുള്ള വാദമുഖങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും NIA കോടതി തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത്. കുറ്റക്കാരനെന്ന് വിധിക്കുമ്പോൾ ശിക്ഷയിലേക്ക് കടക്കുമ്പോൾ എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതുതന്നെയാണ്. കാരണം ശിക്ഷാവിധി അത് പരമാവധി ശിക്ഷ ഉറപ്പിച്ചു നൽകുമ്പോൾ ഇയാൾ ഈ കൃത്യം സ്ഫോടനം നടന്നില്ല എന്നത് അന്വേഷണ സംഘത്തിൻ്റെ മികവ് തന്നെയാണെന്ന് കോടതിയിൽ ഒരു വേള വാദത്തിനിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇയാൾ ഇതിനു വേണ്ടി സ്ഫോടനം നടത്താനുള്ള എല്ലാവിധ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ പദ്ധതി തകർക്കുകയായിരുന്നു. NIAയുടെ അന്വേഷണ മികവിൽ തന്നെയായിരുന്നു ആ പദ്ധതി തകരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നടന്നില്ല എന്ന് കരുതി തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ഗൗരവം ഒരിക്കലും കുറയുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായിരുന്നു. ഒപ്പം അയാൾ കേരളത്തിലേക്ക് ഈ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് കൊച്ചിയിലേക്കടക്കം എത്തിയ സമയം മുതൽ തന്നെ ഇയാൾ ഒരു അത്തർ വിൽപ്പനക്കാരൻ്റെ വേഷത്തിലേക്ക് ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ മാപ്പുസാക്ഷികളായ മുഹമ്മദ് ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ്, ഈ 2 പേർ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരാൾ കാസർഗോഡ് സ്വദേശിയും ഒരാൾ കൊല്ലം സ്വദേശിയുമാണ്. ഈ 2 പേരും ഉണ്ടായിരുന്നു. പിന്നീട് അവർ ഈ കേസിൽ മാപ്പുസാക്ഷികളാവുകയായിരുന്നു. അവർ നൽകിയ വിവരങ്ങൾ വളരെ നിർണായകമായിരുന്നു ഇതിൽ. കാരണം ഇതിൽ കൊച്ചി കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഇതിന് സഹായകരമാകുന്ന രീതിയിൽ ഇയാൾക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ പല നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ഇവർ മൊഴിയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അവരുടെ മൊഴി പ്രകാരം ഈ കാര്യങ്ങൾ കണ്ട തങ്ങൾ ഇത്രമാത്രം തീവ്രതയോടുകൂടി ചിന്തിക്കാൻ കഴിയില്ല, ഈ ഒരു പാതകത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് അവർ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് NIA ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 വർഷത്തെ കഠിന തടവാണ്. പ്രതി റിയാസ് അബൂബക്കറിന് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. ഡാനി പോളാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. വീണ്ടും